പയ്യന്നൂരിലെ അടി തീർന്നിട്ടില്ല കേട്ടോ. അവിടെ അടിയും അടിയുടെ തൊട്ടു പിന്നാലെ തുടരടികളുമായി കാര്യങ്ങൾ ഇങ്ങനെ വഷളായിക്കൊണ്ടിരിക്കുക. കണ്ണൂർ പയ്യന്നൂരിൽ CPIM നോർത്ത് ലോക്കൽ കമ്മിറ്റി യോഗത്തിൽ വനിതാ നേതാവിനെതിരെ അധിക്ഷേപം. ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് വാക്കേറ്റവും അധിക്ഷേപവും ഉണ്ടായത്. വനിതാ ഏരിയ കമ്മിറ്റി അംഗം KP ജ്യോതി വോട്ട് മറിക്കാൻ കൂട്ടുനിന്നുവെന്ന് യോഗത്തിൽ വിമർശനമുയർന്നു. പിന്നാലെ യോഗം ഉച്ചഭക്ഷണത്തിന് പിരിഞ്ഞപ്പോൾ വാക്കേറ്റം അധിക്ഷേപത്തിലേക്കും നേരിയ കയ്യാങ്കളിയിലേക്കുമെത്തി. ലോക്കൽ കമ്മിറ്റി അംഗം M സഞ്ജീവനാണ് അധിക്ഷേപം നടത്തിയതെന്നാണ് ലഭിക്കുന്ന വിവരം. അർജുൻ കല്യാടുണ്ട്. അർജുൻ കല്യാട്, ഇതെന്താണ് സംഭവിച്ചത്? പയ്യന്നൂരിലെ കൂട്ടത്തോൽവിയിൽ നേതാക്കളാകെ തരിച്ചിരിക്കുകയാണ്. അണികൾക്ക് വലിയ അമർഷമുണ്ട്. അണികളിൽ പലരും കുഞ്ഞികൃഷ്ണൻ സഖാവിന് വോട്ട് ചെയ്തു എന്നുള്ളതാണ് വാസ്തവം. അതിൽ പല ലോക്കൽ കമ്മിറ്റിയിലും ഏരിയ കമ്മിറ്റിയിലും കൂട്ടത്തോടെ വോട്ട് പോയിട്ടുണ്ട്. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഒരു വനിതാ നേതാവിനെതിരെ അസഭ്യവും അധിക്ഷേപവും ഒക്കെ ആയിട്ടൊക്കെ വരിക, എന്താ സംഭവിച്ചത്? ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പയ്യന്നൂരിൽ വലിയ രീതിയിലുള്ള തമ്മിലടിയും വലിയ രീതിയിലുള്ള സംഘടനാ പ്രശ്നങ്ങളുമൊക്കെ ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ഉണ്ടാവുകയാണ്. ആ തോൽവി വിലയിരുത്തിക്കൊണ്ട് വിവിധ ലോക്കൽ കമ്മിറ്റികളും ബ്രാഞ്ച് കമ്മിറ്റി യോഗങ്ങളുമൊക്കെ ചേരുകയാണ്. മിനിഞ്ഞാന്ന് ചേർന്ന പയ്യന്നൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റി യോഗത്തിലാണ് ഇത്തരത്തിൽ കയ്യാങ്കളിയും വനിതാ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള KP ജ്യോതിക്ക് നേരെ അധിക്ഷേപവും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. ആ യോഗത്തിൽ വലിയ രീതിയിലുള്ള വാക്കേറ്റം നേതാക്കൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. യോഗത്തിനകത്ത് ജില്ലാ സെക്രട്ടറി KK രാഗേഷും പങ്കെടുത്തിരുന്നു. ജില്ലാ സെക്രട്ടറി പങ്കെടുത്തുകൊണ്ടാണ് അവിടെ ഈ ലോക്കൽ കമ്മിറ്റി യോഗം ചേർന്നത്. ആ യോഗത്തിനകത്ത് ഏരിയ കമ്മിറ്റിയുടെ ഭാഗമായിട്ടാണ് KP ജ്യോതി പങ്കെടുക്കുന്നത്. ലോക്കൽ കമ്മിറ്റിയിൽ 15 പേരാണുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ 15 പേരും ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്നതിനിടയിൽ KP ജ്യോതി ഉൾപ്പെടെയുള്ള ഏരിയ നേതാക്കൾ V കുഞ്ഞികൃഷ്ണൻ അനുകൂലമായി വോട്ട് അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. അതായത് വോട്ട് അട്ടിമറിക്ക് നേതൃത്വം നൽകിയത് KP ജ്യോതിയെ പോലുള്ള നേതാക്കളാണ് എന്നുള്ള വിമർശനം ഉയരുകയും അതിന് പിന്നാലെയാണ് പിന്നീട് അതൊരു വാക്കേറ്റത്തിലേക്കൊക്കെ ആയത്. ആ യോഗം ഉച്ചഭക്ഷണത്തിന് പിരിഞ്ഞ ഘട്ടത്തിൽ ഈ KP ജ്യോതിയും വിമർശനം ഉന്നയിച്ചിട്ടുള്ള ലോക്കൽ കമ്മിറ്റി അംഗം M സഞ്ജീവൻ ഉൾപ്പെടെയുള്ള ലോക്കൽ കമ്മിറ്റി അംഗം തമ്മിൽ പരസ്പരം വാക്കേറ്റം വീണ്ടും ഉണ്ടാവുകയും KP ജ്യോതിക്ക് നേരെ അധിക്ഷേപകരമായ രീതിയിലുള്ള പരാമർശങ്ങളും പ്രവർത്തികളുമൊക്കെ ഇവരുടെ ഭാഗത്തുണ്ടായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ തന്നെ ഏരിയ കമ്മിറ്റിയിലെ നേതാക്കൾ തന്നെ, പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ അല്ലെങ്കിൽ അവരാണ് വോട്ട് അട്ടിമറിക്കാൻ വേണ്ടി നേതൃത്വം നൽകിയത് എന്നുള്ള വിമർശനം വ്യാപകമായിരുന്നു. ഒരു ഘട്ടത്തിൽ അത് ഫ്ലക്സ് ബോർഡിലെയും അതുപോലെ തന്നെ വലിയ പോസ്റ്റർ പ്രചാരണത്തിലുമൊക്കെയാണ് അത്തരം പ്രചരണങ്ങൾ ഉണ്ടായതെങ്കിൽ പിന്നീട് ലോക്കൽ കമ്മിറ്റികളിലും അത്തരം വിമർശനങ്ങൾ അതൊരു വാക്കേറ്റത്തിലേക്ക്, നേരിയ കയ്യാങ്കളിയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു എന്ന് പറയുമ്പോൾ പയ്യന്നൂരിൽ വലിയ രീതിയിലുള്ള സംഘടനാ പ്രതിസന്ധിയാണ് CPM അഭിമുഖീകരിക്കുന്നത് എന്നുള്ളതാണ് ഈ സംഭവങ്ങളെല്ലാം തന്നെ തെളിയിക്കുന്നത്. എന്തായാലും 7-8 തീയതികളിൽ സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുകയാണ്. അതിനകത്ത് ജില്ലാ നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള ചർച്ചകളുടെ റിപ്പോർട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അവതരിപ്പിക്കും. അതിനുശേഷം താഴെ തട്ടിലേക്കുള്ള സംഘടനാ കാര്യങ്ങൾ പരിശോധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ ഘട്ടത്തിൽ പയ്യന്നൂരിൽ കടുത്ത സംഘടനാ നടപടികൾ ഉണ്ടാകും. അത് ഇരു വിഭാഗത്തിലാണ്. അതായത് V കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ച പാർട്ടിക്കകത്തെ വിഭാഗത്തിനായാലും TI മധുസൂദനോടൊപ്പം നിന്ന് വിഭാഗത്തിനെതിരെ ആയാൽ കൂടിയും കടുത്ത നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. നോർത്ത് ലോക്കൽ കമ്മിറ്റി യോഗം വലിയ രീതിയിലുള്ള ഒരു വാക്കേറ്റത്തിനും കയ്യാങ്കളിയിലേക്കും അല്ലെങ്കിൽ അത്തരം അധിക്ഷേപത്തിലേക്കും അസഭ്യത്തിലേക്കുമൊക്കെ പോയി എന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു സംഘടനാ പ്രതിസന്ധിയാണ് പയ്യന്നൂരിൽ ഉള്ളത് എന്നുള്ളതാണ് ഈ സംഭവങ്ങളിലൂടെയെല്ലാം വ്യക്തമാകുന്നത്. ഡോക്ടർ വോട്ട് അട്ടിമറി ചർച്ചയ്ക്കിടയിലാണ് വാക്കേറ്റമുണ്ടായത്. നേരിയൊരു കയ്യാങ്കളിയിലേക്കൊക്കെ എത്തി ഉച്ചഭക്ഷണ സമയത്ത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പയ്യന്നൂരിലെ കൊടുങ്കാറ്റിന്റെ അലയുലികൾ അങ്ങോട്ട് അവസാനിച്ചിട്ടില്ല കേട്ടോ. അമ്മാതിരടിയല്ലേ കരണക്കുറ്റിക്ക് കിട്ടിയത്. നമ്മുടെ കുഞ്ഞികൃഷ്ണൻ സഖാവ് അവിടെ നിന്ന് ജയിച്ചു പോയി. അതോടുകൂടി പയ്യന്നൂരിലെ സഖാക്കളിൽ പലർക്കും ഉറക്കമില്ലാത്ത രാത്രികളായി എന്നുള്ളതാണ്. പണി കൊടുത്ത സഖാക്കളുണ്ട്, പണി ഏറ്റുവാങ്ങിയ സഖാക്കളുമുണ്ട്. അവർ തമ്മിലുള്ള ഒരു കയ്യാങ്കളിയായിട്ട് കണ്ടാൽ മതി തൽക്കാലം. എന്തായാലും അത് ഉടനടി എങ്ങും അവസാനിക്കുന്ന മട്ടില്ല. പലയിടങ്ങളിലും വലിയ പ്രതിഷേധമുണ്ട് എന്നുള്ളതാണ്. രീതികൾ മാറണം എന്നുള്ളതാണ് പല നേതാക്കളും പറയുന്നത്, അണികൾ പറയുന്നത്. അണികൾ നേതാക്കളെ തിരുത്തി തുടങ്ങേണ്ട സമയമായി.